കർത്താവിന്റെ ഒരു ശക്തമായ ഒരു ഇടപെടൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇത് നമ്മളെ കാണുവാൻ, തന്റെ ദൈവാനുഭവം പങ്കുവയ്ക്കുവാൻ, തന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ ഇടപെട്ട ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തരുത്. ബൈജു നിങ്ങളുടെ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് ബൈജു. അദ്ദേഹം നമ്മൾ തീർച്ചയായും ഈശ്വര സന്നിധി കൊണ്ടുപോകും. പരിശുദ്ധ അമ്മയുമായിട്ട് വളരെ അടുത്ത സുഹൃത്താണ് ബൈജു. നമുക്ക് ബൈജുവിൽ ചേർന്ന് നിൽക്കാം. ശുശ്രൂഷകൾക്കെല്ലാം ബൈജു നമുക്ക് നേതൃത്വം പ്രാർത്ഥന അയക്കാം. പാഠപുസ്തകത്തിലെ 10-ാം പേരാണ്. എല്ലാവരും പാഠപുസ്തകം പാഠപുസ്തകത്തിൽ 10-ാം പേരാണ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടല്ലേ? പറഞ്ഞതിന് ഹല്ലേലൂയ, പറഞ്ഞതിന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചില്ല. തന്റെ വചനം തന്റെ വഴി തന്നെ നടത്തുവാൻ എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചില്ല. തന്റെ വചനം തന്റെ വഴി. സന്തോഷത്തോടെ
സാധ്യമല്ല എന്ന കർത്താവായ ദൈവമേ, അവിടുത്തെ വചനം കുറിച്ച് വെക്കുമ്പോൾ കർത്താവായ ദൈവമേ, വിശുദ്ധ ഉപസാരണം ഉദാശയിലൂടെ കർത്താവായ ദൈവമേ മുമ്പിൽ കർത്താവെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ഈശോയെ ഞങ്ങൾ പ്രതിജ്ഞയെടുത്ത് ഈ ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു സന്നദ്ധയായിരിക്കുന്നു എന്ന് കർത്താവെ അവിടുത്തോട് പറഞ്ഞു കഴിഞ്ഞു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കൃപയാ കർത്താവായ ദൈവമേ എന്നെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്റെ ഈശോയെ, ചോദിക്കുന്ന കർത്താവെ ഞാൻ കൃപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ കർത്താവെ മാതൃകയായി നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ വിശുദ്ധ ആത്മാക്കൾ കർത്താവെ വിശുദ്ധ ജീവിതം നയിച്ച കർത്താവായ ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ കർത്താവെ മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ പോലെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ആത്മീയ ജീവിതം കർത്താവായ ദൈവമേ വിശുദ്ധി നിറഞ്ഞ ജീവിതമാക്കി മാറ്റുവാൻ കർത്താവിന്റെ കൃപയ്ക്കായി കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് കർത്താവെ നിറയ്ക്കണമേ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവ് ലോകത്തിന് വേണ്ടി നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകത്തിലൂടെ വളരെയേറെ വേദനയോടുകൂടി പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്. അതിപ്രകാരമാണ്, സ്വർഗത്തിൽ നിന്നും ധാരാളം കൃപകൾ മനുഷ്യ മക്കളിടയിലേക്ക് വർഷിക്കപ്പെടുന്നു, എന്നാൽ സ്വീകരിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നു. അതിനാൽ ദൈവമേറെ വേദനിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ധാരാളം കൃപകൾ മനുഷ്യ മക്കളിടയിലേക്ക് സ്വർഗം നൽകുന്നു, സ്വീകരിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ദൈവം ഏറെ വേദനിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ ഈ പുസ്തകത്തിലൂടെ പറയുക. കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞു, കർത്താവേ, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന തിരുവചനത്തിലൂടെ അനേകം തവണ വായിച്ച് കേട്ട ഞങ്ങൾ, കാത് തണുപ്പിച്ച ഞങ്ങൾ, കർത്താവെ ജീവിത വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ ഈശോയെ ഞങ്ങൾക്ക് കഴിയുന്നില്ല. കർത്താവെ, ഇതാ കർത്താവെ, വീണ്ടും വീണ്ടും ഞങ്ങൾ കർത്താവെ ചെയ്തു പോയ പാപങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കർത്താവെ, കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ദൈവസ്ഥലത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ജീവിത വിശുദ്ധിക്ക് വേണ്ടി കർത്താവിനെ സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, 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 ലോകത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലൂടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകത്തിലൂടെ കുറിക്കുക. ഒരാത്മാവ് എന്നോട് എന്റെ വിമലഹൃദയത്തിന് സമർപ്പിച്ചാൽ ഞാൻ സ്വർഗസിംഹാസനത്തിൽ പിടിപ്പിക്കും, സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഞാൻ സഹായിക്കും. ഒരാത്മാവ് എന്റെ വിമലഹൃദയത്തിന് സമർപ്പിച്ചാൽ സ്വർഗസിംഹാസനത്തിൽ ഞാൻ പിടിപ്പിക്കും, സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഞാൻ സഹായിക്കുമെന്ന് പരിശുദ്ധ ഈ പുസ്തകത്തിലൂടെ കുറിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം അയർലൻഡിന്റെ ഹെലറി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് എഴുതാൻ പറഞ്ഞ് എഴുതിപ്പിച്ച
പരിശുദ്ധ അമ്മ തന്റെ പ്രിയപ്പെട്ട മക്കളോട് ഈ പുസ്തകത്തിലൂടെ സംസാരിക്കുന്നു. പ്രാർത്ഥനാപൂർവം ഈ പുസ്തകം നമ്മൾ തുറക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. ആ പുസ്തകത്തിലെ ഒരു വാചകമാണ് ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുന്നത്: ഒരാത്മാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചാൽ സ്വർഗസിംഹാസനത്തിൽ ഞാൻ പിടിപ്പിക്കും, സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഞാൻ സഹായിക്കും. പരിശുദ്ധ അമ്മയോട് വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, ഇത് എന്റെ വ്യക്തി ജീവിതത്തെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, അമ്മയാണ് എന്റെ അമ്മ, അമ്മയാണ് എന്റെ അമ്മ. ജോൺ പോൾ പാപ്പ പറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, എനിക്കാരുമില്ല, അമ്മയാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചാൽ, ഓ പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനമാണ്, നിന്നെ ഞാൻ സ്വർഗസിംഹാസനത്തിൽ പിടിപ്പിക്കും, സ്വർഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കും. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായ സംസ്ഥാനങ്ങളിലേക്കാം. സന്തോഷമാണോ? സന്തോഷമല്ലേ? സന്തോഷമാണോ? ഹല്ലേലൂയ പറഞ്ഞാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളെ ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ. കാരണം വിശുദ്ധമായ കുമ്പസാര ഉദാശയിലൂടെ തൻ്റെ ആത്മാവിനെ കഴുകി ദൈവവചനം കേൾക്കാൻ പരിശുദ്ധമായ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദൈവജനത്തെ കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നും. സ്നേഹം പോലെ എൻ്റെ ജീവിത അനുഭവം തന്നെ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് മാതാവിലേക്ക് കടക്കണം എന്ന് ഞാൻ വിചാരിക്കുക. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചത്, ഹൈന്ദവ വിശ്വാസത്തിൽ ഏർപ്പെട്ട് ഹൈന്ദവ ആചാരങ്ങളോട് ചേർന്ന് പോയ ഒരു കുടുംബ അന്തരീക്ഷത്തിലായിരുന്നു ഞാൻ. പിന്നീട് 1997 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാൻ, അതിലൂടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ എനിക്കിടയായി. അങ്ങനെ ഞാൻ 97 മുതൽ കർത്താവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ,
എന്റെ അനുഭവ സാക്ഷ്യങ്ങൾ മുഴുവൻ പങ്കുവെക്കാനുള്ള സമയം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ ചുരുക്കി പറയുകയും സ്നേഹമുള്ളവരെ, ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ഞാൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ എന്റെ കുടുംബ പശ്ചാത്തലം, എന്റെ അമ്മ വീട്, എന്റെ അമ്മ വീട്ടിൽ സ്വന്തമായ ക്ഷേത്രം, അതുപോലെ തന്നെ എന്റെ അമ്മയുടെ അപ്പൻ ഒരു വിഷചികിത്സ ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ അല്പസ്വല്പം മന്ത്രതന്ത്ര പ്രവൃത്തികളൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. എന്റെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ വെള്ളിപ്പം മരിച്ചു പോയി. ഞങ്ങളുടെ കുടുംബത്തിൽ തോരാത്ത ദുരന്തങ്ങളും അപകട മരണങ്ങളുമായ എന്ത് തലമുറ എടുത്തു വെച്ച് നോക്കിയാൽ, ഏത് കുടുംബം എടുത്തു വെച്ച് നോക്കിയാൽ ആ കുടുംബത്തിൽ ഒരു അപകട മരണം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു അനർത്ഥം ഉണ്ടാവും. അങ്ങനെ എല്ലാ കുടുംബത്തിലും ഉണ്ടായിരുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എന്റെ കുടുംബത്തിലും ആ ദുരന്തം നമുക്ക് കേൾക്കും. എന്റെ ചെറുപ്രായത്തിൽ തന്നെ എന്റെ അപ്പൻ ഉപേക്ഷിച്ചു പോയി. പിന്നെ ഞങ്ങൾ 4 മക്കളാണ്. ഈ 4 മക്കളെ വളർത്തേണ്ട ഉത്തരവാദിത്വം അമ്മയുടെ ചുമരിലായി കഴിഞ്ഞപ്പോ സത്യത്തിൽ മക്കളായ ഞങ്ങൾ നല്ലവണ്ണം സ്നേഹിക്കാൻ സാധിക്കാതെ പോയ അമ്മ, ഈ അമ്മ പിന്നീട് രോഗിയായി മാറി. അമ്മ മരണാവസ്ഥയായി. കോട്ടയം മെഡിക്കൽ കോളേജ് 1990 കാലഘട്ടത്തിൽ എന്റെ അമ്മയെ ഒന്നും ചെയ്യാൻ, മെഡിക്കൽ സയൻസ് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ മരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ കിടന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞ് എന്റെ അമ്മയെ കൊടുത്തയച്ചു. സ്നേഹമുള്ളവരെ, അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ താമസിക്കുന്ന കട്ടപ്പനയിലാണ്. ഇപ്പം ഇതിനടുത്താണ്. കട്ടപ്പനയിൽ വെള്ളയാങ്കുടി എന്ന് പറയുന്ന പ്രദേശത്ത് കയറേഞ്ചിന്റെ 2ാമത്തെ കൺവെൻഷനിൽ, നായികന്മാർ വിളിച്ചതിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൺവെൻഷനിൽ എന്റെ അയൽപക്കത്തുണ്ടായിരുന്ന കുറെ അമ്മച്ചിമാരെ ചേർന്ന് എന്റെ അമ്മയെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ഈ കൺവെൻഷൻ പന്തലിൽ നിന്ന് തിരുത്തി. സ്നേഹമുള്ളവരെ, എന്റെ അമ്മയ്ക്ക് മരിക്കാനുള്ള ഭയമല്ല, അതിനേക്കാൾ ഉപരി പറക്ക പറ്റാത്ത 4 മക്കളെ ഇടിച്ചു പോകുന്നതിന് വേദനയായിരുന്നു എന്റെ അമ്മയുടെ ഭയം. സ്നേഹമുള്ളവരെ, ഈ കൺവെൻഷൻ പന്തലിൽ കുടുംബത്തെ കുറിച്ചുള്ള ആകുലതയാൽ ഭാരപ്പെട്ടിരിക്കുന്ന എന്റെ അമ്മയോട് നായ്ക്കമ്മത്തിന്റെ അതിർത്തിലൂടെ കർത്താവ് വചനം ഇപ്രകാരം സംസാരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന ഈ വചനം കേട്ട മാത്രമേ തന്നെ കുടുംബത്തെ കുറിച്ചുള്ള ആകുലതകളാൽ ഭയപ്പെട്ടിരുന്ന എന്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിരുന്നു അപ്പോസ്തല പ്രവർത്തനം 16:31. ഈ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് എന്റെ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കുടുംബം, എന്റെ ഈശോയുടെ അമ്മ പ്രാർത്ഥിച്ചു, ഈശോയെ, എന്റെ കുടുംബം ഞാനത് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് ആ കൺവെൻഷൻ പന്തലിൽ നിന്നുകൊണ്ട് എന്റെ അമ്മ കണ്ണീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, സംഭവിച്ചത് ഇപ്രകാരമാണ്. കൺവെൻഷന്റെ അവസാന ദിവസം നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, മരണക്കിടക്കയിലായിരിക്കുന്ന തങ്കമ്മ എന്ന് പറയുന്ന മകളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, 46-ാമത്തെ വയസ്സിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അമ്മയെ ഉപേക്ഷിച്ചത്. ഇന്ന് എന്റെ അമ്മയ്ക്ക് 89 വയസ്സുണ്ട്. എന്റെ കൂടെ ഉണ്ട്. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ കണ്ണിന് കാഴ്ചക്കുറവോ ചെവിക്ക് കേൾവിക്കുറവോ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ ആത്മീയ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം, അവർ വീട്ടിലേക്ക് കയറി വരുമ്പോ അമ്മയുടെ വായിൽ നിന്ന് വീഴുന്നത് ഈശോയെ കുറിച്ച്. 89 വയസ്സുള്ള എന്റെ അമ്മയുടെ അതിർത്തിൽ നിന്ന് വീഴുന്നത് ഈശോയെ കുറിച്ച്. തന്റെ ജീവിതം 46-ാമത്തെ വയസ്സിൽ അവസാനിക്കേണ്ട ജീവിതം തിരിച്ചു തന്ന എന്റെ കർത്താവിനെ കുറിച്ചാണ് എന്റെ അമ്മ പറയുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ വിഷയം മാതാവിനെ കുറിച്ച് സംസാരിക്കാനാണ് പോകുന്നത്. പക്ഷേ എന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ ഇങ്ങനെയായി. ക്ഷമിക്കണം, മാതാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. സ്നേഹമുള്ളവരെ, ഇതാണ് എന്റെ ജീവിത അനുഭവങ്ങൾ. പിന്നീട് ഞങ്ങൾ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചു. ഞാൻ മാമോദീസ സ്വീകരിച്ചു. ഞാൻ ക്രിസ്ത്യൻ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. എനിക്ക് 3 മക്കളുണ്ട്. 3 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നെടുങ്കണ്ടത്ത് വന്ന് താമസം ആരംഭിച്ചു.
2005 നെടുങ്കണ്ടത്ത് ഞാൻ വന്നു. അതിനു മുമ്പ് വരെ കട്ടപ്പനയിലായിരുന്നു. സ്നേഹമുള്ള ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ കട്ടപ്പന പ്രദേശത്തു നിന്ന് വരുന്നതിന് എനിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല. കാരണം ഞാൻ അത്രമാത്രം ആ പ്രദേശത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ മാമോദിസ സ്വീകരിച്ച ആ ദേവാലയത്തെ വേർപിരിഞ്ഞു പോകാൻ എനിക്ക് സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, നെടുങ്കണ്ടത്ത് ചേക്കേറണമെന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ കട്ടപ്പനയെ വേർപിരിയുമ്പോൾ വളരെയേറെ വേദനയോടുകൂടിയാണ് ഞാൻ വേർപിരിയുന്നത്. സ്നേഹമുള്ളവരെ, നെടുങ്കണ്ടം പ്രദേശത്ത് ഞങ്ങളൊന്ന് താമസം ആരംഭിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഈശോയോട് ചോദിച്ചൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, കർത്താവേ, കട്ടപ്പനയിൽ ഇത്ര മനോഹരമായ ഒരു ജീവിതം ഞാൻ നയിച്ചിട്ട് എന്തുകൊണ്ട് നെടുങ്കണ്ടം പ്രദേശത്ത് ഞാൻ വരേണ്ടി വന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. പ്രിയമുള്ളവരെ, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കട്ടപ്പനയിൽ നിന്ന് കർത്താവിനെ നെടുങ്കണ്ടത്ത് വരച്ചു നടത്തുന്ന ഉദ്ദേശ ലക്ഷ്യം കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കാനും പരിശുദ്ധ അമ്മയെ കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ള പരിശുദ്ധ അമ്മയിലേക്ക് ഞാൻ വരാം. എന്റെ ജീവിതാനുഭവങ്ങളെ ഞാൻ നിർത്തുന്നു. ഇനി അതിനെക്കുറിച്ച് മുന്നോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ സമയം ഇല്ലാത്തതുകൊണ്ട് പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് കിടക്കാം. പരിശുദ്ധ അമ്മ, അവിടെ നിന്ന് ബാല്യകാല ജീവിതത്തെ കുറിച്ചാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കട്ടപ്പന ജീവിതം, കട്ടപ്പന കുന്താമ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് എനിക്ക് ഈ ഹൈന്ദവ കുടുംബത്തിനോട് ചേർന്ന് തന്നെ, എന്റെ ഹൈന്ദവ കുടുംബത്തോട് ചേർന്ന് തന്നെ മത്തൻ ചേട്ടന്റെ ഒരു ക്രിസ്തീയ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. മത്തൻ ചേട്ടനും അച്ചാമ്മ ചേട്ടനും, മത്തൻ ചേട്ടനും അച്ചാമ്മ ചേട്ടത്തിയും 5 മക്കളും. സ്നേഹപോലെ തികഞ്ഞ മദ്യപാനിയായിരുന്നു മത്തൻ ചേട്ടൻ. ഈ മത്തൻ ചേട്ടനും മദ്യപിച്ച് വന്നിട്ട് തന്റെ ജീവിത പങ്കാളിയായ ചേട്ടത്തിയെ നല്ലവണ്ണം ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ എന്റെ ബാല്യകാല ചെറുപ്രായത്തിൽ എന്റെ ഭവനത്തിൽ നിത്യസന്ദർശകയായ ഈ അച്ചാമ്മ ചേട്ടത്തിയിൽ നിന്ന് ഒരു നിമിഷം പോലും മത്തൻ ചേട്ടനെ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും പറയുന്നതിന്റെ ചെറുപ്രായത്തിൽ ഞാൻ കേട്ടില്ല. ഈ അച്ചാമ്മ ചേട്ടത്തിയിൽ ഞാൻ കണ്ടൊരു വലിയ ദൈവാനുഗ്രഹമുണ്ട്. സ്നേഹമുള്ളവരെ, മറ്റൊന്ന് പറഞ്ഞോ, 7 മണി എന്ന് പറയുന്ന സമയത്ത് കട്ടപ്പന ഇടവകപ്പള്ളിയിൽ 7 മണി കഴിക്കുന്ന സമയത്ത് ഈ അച്ചാമ്മ ചേട്ടത്തി തന്റെ 5 മക്കളെയും വിളിച്ചിരുത്തി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് ഹൈന്ദവ കുടുംബമായ എന്റെ കുടുംബം കേട്ടുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാനും എന്റെ കുടുംബവും എന്റെ സഹോദരങ്ങളും ഇന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുവാൻ കാരണമായിരിക്കുന്നവരല്ലേ. നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മുടെ കുടുംബ പ്രാർത്ഥന എവിടെയാണ്? ഞാൻ നിങ്ങളെ പരിഹസിക്കാവുന്നതൊന്നും അല്ലല്ലോ. കാരണം നമ്മൾ ആത്മശോധന ചെയ്യേണ്ട സമയമാണ്. ഏതെങ്കിലും ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ കുടുംബ പ്രാർത്ഥന കേട്ടിട്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഉരുവിടാനായിട്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുണ്ടോ? നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മൾ വെട്ടിച്ചുരുക്കിയില്ലേ? നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ വെട്ടിച്ചുരുക്കിയില്ലേ? കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇപ്പൊ എവിടെയാണ്? നമ്മുടെ കുടുംബനാഥന്മാരിൽ എവിടെയാണ്? സ്നേഹമുള്ളവരെ, ആരും കുറ്റം പറയണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ തീക്ഷ്ണത കുറവാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല പ്രവർത്തനം 16:31 പറഞ്ഞപ്പോ അത് ചങ്കത്ത് സ്വീകരിച്ച ഒരു തങ്കമ്മ എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിൽ 7 മണി എന്ന സമയമുണ്ടെങ്കിൽ ആ 7 മണിക്ക് സന്ധ്യ പ്രാർത്ഥന ആരംഭിക്കും. നമ്മുടെ കുടുംബ പ്രാർത്ഥന മനസ്സുപോയതിന്റെ കാരണം നമ്മുടെ താല്പര്യങ്ങൾ കുറഞ്ഞു, സമയമില്ലാതായി മാറി. നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച് ഈ ലോകത്തിലാണ്. സ്നേഹമുള്ളവരെ, തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായം 34-35 തിരുവചനത്തിലൂടെ കർത്താവിന്റെ വചനം പറയുന്ന ഇപ്രകാരം പറയുന്നു: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ്
ജാഗ്രതയോടെ പ്രാർത്ഥിക്കുക. മനുഷ്യപുത്രൻ വരുമ്പോൾ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള കരുത്ത് ലഭിക്കുവാൻ സദാ ജാഗരൂകരായി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട മക്കളോട് കർത്താവ് ഓർമ്മപ്പെടുത്തുക. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. കുടുംബ പ്രാർത്ഥനകൾ നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സന്ധ്യപ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കുരിശ് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന വായിലകത്ത് നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരിക്കും. ഈ പ്രകാരമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. 2 or 3 പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ സജീവമാകുമ്പോൾ കർത്താവ് നമ്മളോടൊപ്പം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ സന്നിഹിതനാകും. സ്നേഹമുള്ളവരെ, കുടുംബ പ്രാർത്ഥന വലിയൊരു കാര്യമാണ്. കുടുംബ പ്രാർത്ഥന വലിയൊരു കാര്യമാണ്. കുടുംബ പ്രാർത്ഥന നിർത്തുന്ന, പറഞ്ഞു പോകുന്ന, തീഷ്ണതയില്ലാതെ പ്രാർത്ഥിക്കുന്ന കുടുംബം നശിച്ചു പോകും. യാതൊരു സംശയമില്ലാത്ത കാര്യം. നമ്മുടെ കണ്ണൂരിൽ തന്നെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതം തന്നെ എടുത്തു വെച്ച് നോക്കിക്കോ. സ്നേഹമുള്ളവരെ, നിന്നോട് ഞാനൊരു കാര്യം പങ്കുവെക്കാം. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 5 വിദ്യാർത്ഥികൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരുമിച്ച് താമസിച്ച് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു ദൈവഭയമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. ബാക്കിയുള്ള 4 പേര് ഒരു തീരുമാനം, 5 പേര് കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. നമുക്ക് പാപം ചെയ്യാം. ഈ ദൈവഭയനായ കുഞ്ഞ് അതിനെ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോ ഈ സുഹൃത്തുക്കൾ, ഈ കൂട്ടുകാർ അവനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച അവസാനം ഈ ദൈവവൈദ്യനായ കുഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുത്തു. സ്നേഹമുള്ളവരെ, ആ പാപ സാഹചര്യങ്ങളിൽ ഞാൻ കുഞ്ഞുങ്ങളോട് വിശദീകരിക്കുന്നില്ല. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇവർ പാപം ചെയ്യാൻ തീരുമാനിച്ചു. അതിന് കാരണം അവർ കണ്ടെത്തി അങ്ങനെ പാപം ചെയ്യാൻ ആരംഭിച്ച സമയത്ത് ഈ ദൈവഭയമുണ്ടായിരുന്ന കുഞ്ഞ് മുട്ടുമേൽ തന്റെ ശിരസ് വെച്ചുകൊണ്ട് കുമ്പിട്ടിരിക്കുന്ന സമയത്ത് അവരൊരു ദർശനം കാണുകയാണ്. ആ ദർശനം ഇപ്രകാരമായിരുന്നു. തന്റെ അമ്മ തനിക്ക് വേണ്ടി ചൊല്ലിക്കൂട്ടുന്ന ജപമാല കണ്ട് ഈ പയ്യൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ വീടിനുള്ളിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വിദൂരത്ത് നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലുടനെ വിശ്രമിക്കാവുന്നതല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി പാവം പണിവാതിൽ ഇരിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞോണം. അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല കൊണ്ട് അവരെ കോട്ട കെട്ടി നിർത്തിയില്ലെങ്കിൽ ഈ ലോകത്തിന്റെ ശത്രു അവരെ തട്ടിയെടുത്തിരിക്കും. യാതൊരു സംശയമില്ല. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആരും ഇതിൽ നിന്ന് പിന്മാറരുത് എന്ന് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ള പരിശുദ്ധ അമ്മ തൻപ്രകാരമാണ് പറയുന്നത്. പരിശുദ്ധ അമ്മ ഈ പുസ്തകത്തിലൂടെ, ഞാൻ ഈ പുസ്തകമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, പരിശുദ്ധ അമ്മയെ കുറിച്ച് കേൾക്കാൻ എന്റെ ജീവിത അനുഭവത്തിലേക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടെ കടക്കുകയാണ്. ഇപ്രകാരമാണ് ഞാൻ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ എന്റെ അമ്മയായി സ്വീകരിക്കുവാൻ കാരണമായി തീർന്നത് എന്നത് ആദ്യം ഞാൻ പറഞ്ഞു. മത്തൻ ചേട്ടന്റെ കുടുംബത്തിലെ സന്ധ്യപ്രാർത്ഥന ഹൈന്ദവ കുടുംബമായ എന്റെ കുടുംബം കേട്ടുകഴിഞ്ഞപ്പോൾ അതിന്റെ കാലുകളിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് പിന്നീട് ഞാൻ എന്റെ കുടുംബവും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ചു. സ്നേഹമുള്ളവരെ, ഈ അമ്മയുടെ സ്നേഹം ഞാൻ അറിയാതെ തന്നെ എന്റെ ഉള്ളിൽ വളരുന്നുണ്ടായിരുന്നു. ഞാൻ അറിയാതെ തന്നെ എന്റെ ഉള്ളിൽ എന്റെ അമ്മയുടെ സ്നേഹം, പരിശുദ്ധ അമ്മയുടെ സ്നേഹം വളർന്നു വരുന്ന കാര്യം ഞാൻ പോലും അറിയില്ല. സ്നേഹമുള്ളവരെ, എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവം ഇതാണ്. എന്റെ 6ാമത്തെ വയസ്സിൽ, എനിക്കിപ്പോ 53 വയസ്സുണ്ട്. എന്റെ 6ാമത്തെ വയസ്സിൽ എന്റെ തൊണ്ടയിൽ ഒരു വീമുള്ളുടക്കി. 3 ദിവസമായിട്ടും ഈ തൊണ്ടയിലിരിക്കുന്ന മുള്ള് ഇറങ്ങിപ്പോകുന്നില്ല. അമ്മ പറഞ്ഞ പൊടിക്കൈകളൊക്കെ ചെയ്തു നോക്കിയിട്ട് ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല. അവസാനം ഞാൻ നിരാശനായി. ഈ 6 വയസ്സുകാരനായ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിരാശയോടെ ഇരിക്കുന്ന സമയത്ത് ആരാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ വീടിന്റെ മുകളിലായി ഒരു മലയുടെ മുകൾ
ഈ അഴികൾക്കുള്ളിലൂടെ എന്റെ 5 പൈസ തൊട്ട് ഞാൻ മാതാവിന്റെ അടുക്കിലേക്ക് ഇട്ടുകൊടുത്തു. മാതാവിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇന്ന് രാത്രി എന്റെ തൊണ്ടയിലെ മുള്ളു മാറ്റി തരണം. ഇന്ന് രാത്രി എന്റെ തൊണ്ടയിലെ മുള്ളു മാറ്റി തരണം. സ്നേഹത്തോടെ ഈ 5 പൈസ തൊട്ട് കൊടുത്തിട്ട് ഈ ബാലനായ ഞാൻ ഇറങ്ങിപ്പോകുന്നു. അന്ന് രാത്രിയിൽ തന്നെ പിറ്റേ ദിവസം നേരം പുറത്ത് നോക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ മുള്ളില്ല. അതിൻ്റെ വേദന പോലും ഞാൻ അനുഭവിക്കുന്നില്ലായിരുന്നു. ആദ്യമായി മാതാവിൻ്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പിന്നീട് 1982 ഞാൻ ഹൈറേഞ്ച് പ്രദേശത്തെ മൊത്തമായി ഒന്ന് കുലുക്കിയ ഒരു സംഭവമായിരുന്നു ഒരു പ്രകൃതി ദുരന്തം. ഈ പ്രകൃതി ദുരന്തത്തിൽ ഒരു കുടുംബം മുഴുവൻ ഒലിച്ചുപോയി. 5 പേർ മണ്ണിനടിയിലായിപ്പോയി. കരിനുള്ളിൽ പെയ്യുന്ന മഴ, അതിനോട് മുട്ടി നിൽക്കുന്ന കാറ്റും പ്രതികൂലമായ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തകർ വന്നിട്ട് കൈ കെട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. സ്നേഹമുള്ളവരെ, ഭീകരമായ ഒരു അന്തരീക്ഷത്തിന് മുമ്പിൽ ആ പ്രദേശവാസികൾ മുഴുവനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആകുലപ്പെട്ടു നിൽക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ, അടുത്ത് ചട്ടയിലിട്ട 4-5 അമ്മച്ചിമാര് എന്ത് ചെയ്തു എന്നറിയാമോ? എന്റെ കൊച്ചു ഗ്രാമത്തിൽ ഒരു മാതാവിന്റെ പള്ളിയുണ്ട്. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ആ കൊച്ചു ഗ്രാമത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ തടിച്ചുകൂടി. ആയിരക്കണക്കിന് മനുഷ്യർ തടിച്ചുകൂടിയപ്പോഴും ഒരു വ്യക്തിക്ക് പോലും, ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഈ 5 അമ്മച്ചിമാര് ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് അവർക്ക് അറിയാവുന്ന, ആകപ്പാടെ അറിയാവുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപമാല ഉരുവിട്ടുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന നടക്കുന്ന സമയം 10 മണി. 12 മണി സമയമാകുമ്പോൾ അന്തരീക്ഷം മാറി, മഴ നിന്നു, കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ രക്ഷാപ്രവർത്തനത്തിന് സാധ്യതയൊരുക്കി. ഇതൊരുക്കിയത് ഈ അമ്മച്ചിമാരുടെ പ്രാർത്ഥന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ പാവപ്പെട്ട അമ്മച്ചിമാരുടെ പ്രാർത്ഥനയാണ് പ്രകൃതിയെ പോലും മാറ്റിയെടുക്കുവാൻ സാധിക്കത്തക്ക വിധം ഈ പരിശുദ്ധ ജപമാലയ്ക്ക് ശക്തി ഉണ്ട് എന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഹൈന്ദവ ബാലനായിരുന്ന എന്റെ ഉള്ളിൽ പറഞ്ഞു തന്ന സത്യം. സ്നേഹമുള്ളവരെ, തീർന്നില്ല. എന്റെ കണ്ണു കണ്ട അത്ഭുതങ്ങളൊന്നും തന്നെ തീർന്നിട്ടില്ല. ഒരുപാട് ജീവിത അനുഭവങ്ങൾ എന്റെ അമ്മയിലൂടെ എന്റെ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു. ഒരുപാട് ജീവിത അനുഭവങ്ങളിലൂടെ കർത്താവിനെ കൊണ്ടുപോയി. ഞാനിത് മുഴുവൻ അനുഭവിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള എന്റെ സ്നേഹവും എന്റെ ഭക്തിയും ആണ്. ഒരിക്കൽ ഞാൻ എന്റെ കർത്താവിനോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു. എന്റെ ഈശോയെ, നീ ഇത്രമാത്രം എന്നെ സ്നേഹിക്കാനുള്ള കാരണം എന്താ? അതിനുള്ളതായ ഒരു ജീവിതം ഞാൻ നിന്റെ മുമ്പിൽ നയിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബലഹീനനായ എന്നെ നീ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ, സ്നേഹമുള്ളവരെ, നാളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പുസ്തകം ഒരു ബെനഡിക്റ്റൻ സന്യാസിയോട് ദിവ്യകാരുണ്യ ഈശോ സംസാരിച്ച പുസ്തകമാണ്. ഒരു ബെനഡിക്റ്റൻ സന്യാസിയോട് ദിവ്യകാരുണ്യനാഥൻ ഈശോയുടെ സന്നിധിയിലിരുന്നപ്പോ ഒരു സന്യാസ വൈദികനോട് ദിവ്യകാരുണ്യ ഈശോ എഴുതാൻ പറഞ്ഞൊരു പുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് യേശു. ഈ പുസ്തകത്തിലൂടെ ഈശോ എന്നോട് സംസാരിച്ചത് പ്രകാരമാണ്. എന്റെ അമ്മയുടെ അമലോത്ഭവമായ ഹൃദയത്തിന്റെ മാധ്യസ്ഥമാണ് ഞാൻ എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ അനുകമ്പാഗ്രമായ സ്നേഹമാണ് നിന്നെ ഞാൻ
ചോദിച്ചാൽ, ഇന്നലെ മണ്ണാങ്കട്ടയെയും ജീവനില്ലാത്ത പലതിനെയും ആരാധിച്ച് കുരുതി കഴിച്ച് നേർച്ചകാഴ്ചകൾ നടത്തി ഏതെല്ലാം തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു, എല്ലാം ഒരു വട്ടപൂജ്യമായിരുന്നു. ജീവിക്കുന്ന ദൈവത്തെ 1997 അനുഭവിച്ചറിയാൻ സാധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സ്നേഹിക്കുന്ന ഒരു ദൈവം. സ്നേഹിക്കുന്ന ഒരു ദൈവം, സ്നേഹമുള്ളവരെ, അതിനു മുമ്പ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കോപം മാറിയിട്ട് തന്റെ ഭക്തരെ അനുഗ്രഹിക്കരുത്. കോപം മാറിയിട്ട് തന്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ നേരമില്ല. കാരണം തന്റെ ഭക്തർ ഏതെല്ലാം തരത്തിലുള്ള ഭക്ത അഭ്യാസങ്ങളിൽ ഏർപ്പെട്ടാലും ഇന്നയാൾ കോപിക്കും. അങ്ങനെ കോപം മാറിയിട്ട് ദേവന്റെയും ദേവതയുടെയും കോപം മാറിയിട്ട് സ്വസ്ഥമായി സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു കുടുംബ അന്തരീക്ഷത്തിലായിരുന്നു ഞാൻ. 1997 എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയപ്പോ ഞാൻ മനസ്സിലാക്കി, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഇന്നലെ വരെ ഞാൻ വ്യർത്ഥമായതിനെ ആരാധിച്ചു. ഇന്നിതാ ജീവിക്കുന്ന ദൈവം, ഇന്ന് ജീവിക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തു. സ്നേഹമേ, അവന്റെ അമ്മ അവൻ തന്നു. അമ്മയെ തന്നു, എന്നെ സ്നേഹിച്ചു. ഞാൻ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോയോട് പറഞ്ഞില്ലേ, എന്റെ അമ്മയുടെ അനുഭവപരമായ സ്നേഹമാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥതയെ കുറിച്ച് ഈശോ എന്നോട് പറയും. ഈ അമ്മയെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. 2019 ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടി. ഈ പുസ്തകത്തിലൂടെ പരിശുദ്ധ അമ്മ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥനാപൂർവ്വം ഞാൻ പുസ്തകം തുറക്കുമ്പോ അമ്മ എന്നോട് പറയുന്ന ഓരോ വാക്കുകളുമുണ്ട്. അതെന്റെ ആത്മാവിനെ ഏറെ സന്തോഷിപ്പിച്ചു. 2019 ആദ്യമായി ഞാൻ ഈ പുസ്തകം തുറക്കുമ്പോ പരിശുദ്ധ അമ്മ ഈ പുസ്തകത്തിലൂടെ എന്നോട് സംസാരിക്കുന്ന ഇപ്രകാരമാണ്: എന്റെ അരുമയായ കുഞ്ഞേ, ഞാൻ നിന്റെ അമ്മയല്ലേ, നീ എന്റേതുമല്ലേ. എന്റെ അരുമയായ കുഞ്ഞേ, ഞാൻ നിന്റേതല്ലേ, നീ എന്റേതുമല്ലേ. എന്നെ സ്വീകരിച്ചൊരമ്മ, സ്വന്തം കുഞ്ഞിനെ പോലെ സ്വീകരിച്ചൊരമ്മ. ഈ അമ്മയുടെ സ്നേഹം പിന്നീട് ഓരോ ദിവസവും ഈ വായനയിലൂടെ ഞാൻ അനുഭവിച്ചറിയാൻ തുടങ്ങി. എന്റെ ജീവിതം, അന്നത്തെ ജീവിതം ഈ പുസ്തകം അന്ന് എന്നോട് സംസാരിക്കും. അന്നത്തെ ജീവിതം അന്ന് ഈ പുസ്തകം എന്നോട് സംസാരിക്കും. അങ്ങനെ ഓരോ ദിവസവും പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ട് ഞാൻ വളരാൻ തുടങ്ങി. ഒരിക്കൽ എന്റെ അമ്മ ഇപ്രകാരം എന്നോട് സംസാരിച്ചു: നീ പറ്റിക്കുന്ന അഴുക്ക് മുഴുവൻ ഞാൻ വൃത്തിയാക്കുമെന്ന് പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പറഞ്ഞ വാക്കുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ സങ്കല്പിച്ചു വച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് ഭാവമോചനമെന്നും കുംഭസാരം ഉദാശയിലൂടെയാണ് ഭാവമോചനമെന്നും ഒക്കെയാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അമ്മ എപ്രകാരമാണ് എന്റെ പാപങ്ങൾ മോചിപ്പിക്കുന്നത്, എന്റെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന പാപത്തിന്റെ കറ എപ്രകാരമാണ് പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ വൃത്തിയാക്കുന്നത് എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോ എന്റെ അമ്മ എനിക്കൊരു ദർശനം തന്നു. സ്നേഹമുള്ളവരെ, ദർശനമിതാണ്. കുഞ്ഞുങ്ങള് മുട്ട വരിക്കുന്ന സമയം അല്ലെങ്കിൽ ഇരുന്ന് നിരങ്ങുന്ന സമയം. ഈ ഇരുന്ന് നിരങ്ങുന്ന സമയത്ത് ഈ നിരങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞ് അവൻ മലമൂത്ര വിസർജനം ചെയ്താൽ ഇതൊരു അശുദ്ധ വസ്തുവാണെന്ന് അവൻ അറിഞ്ഞുകൂടാ. അതവൻ വാരിയെടുത്ത് തന്റെ ശരീരത്തിലെല്ലാം തേച്ചു പിടിപ്പിക്കും. അവന്റെ അമ്മ കണ്ടാൽ, ആ തേച്ചു പിടിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവന്റെ അമ്മ കണ്ടാൽ, അമ്മ എത്രമാത്രം തിരക്കിലായിരുന്നാലും എത്രമാത്രം വൃത്തിയിലായിരുന്നാലും അവന്റെ അമ്മയോട് വന്നുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവനെ പൊക്കിയെടുത്ത് വൃത്തിയാക്കി പുതിയൊരു ഉടുപ്പ് ധരിപ്പിക്കും. ഇതാണ് അമ്മ എനിക്ക് തന്ന ദർശനം. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളവരാ. നിങ്ങൾ പട്ടണത്തിലേക്കോ പള്ളിയിലേക്കോ മാർക്കറ്റിലേക്കോ പോകാൻ നൽകുന്ന സമയത്തായിരിക്കും ഇരുന്ന് നിങ്ങളുടെ കുഞ്ഞ് അവൻ മലമൂത്ര വിസർജനം ചെയ്ത് അവിടെ ഇരുന്നുകൊണ്ട് അത് മുഴുവൻ തേച്ചു പിടിപ്പിച്ചാൽ
കുഞ്ഞിന്റെ അടുത്ത് പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുഞ്ഞിനെ എടുത്ത് പോകുമോ? പോവുകയാണ്. കാരണം വ്യക്തമയ്ക്കറിയാം പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞു, നീ പറ്റിക്കുന്ന അടുക്ക് മുഴുവൻ ഞാൻ വൃത്തിയാക്കും. എനിക്ക് ഒത്തിരി സമാധാനമായി. കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് അടുക്കുകളുണ്ട്. ആ അടുക്ക് മുഴുവൻ വൃത്തിയാക്കി പരിശുദ്ധ അമ്മ എന്നോട് പറയുന്നത്, സ്നേഹപിതാവിന്റെ മുമ്പിൽ മനോഹാരിതയുള്ള ഒരു പുഷ്പം പോലെ ഞാൻ നിന്നെ സമർപ്പിക്കും. മനോഹാരിതയുള്ള ഒരു പുഷ്പം പോലെ ഞാൻ നിന്നെ സമർപ്പിക്കും. എനിക്ക് ഒത്തിരി ആത്മധൈര്യമാണ്. സ്നേഹമുള്ളവരെ, വീണ്ടും പരിശുദ്ധ അമ്മ ഈ പുസ്തകത്തിലൂടെ പറഞ്ഞത് എന്നോട് മറ്റൊരു വാക്യം പറഞ്ഞു. ഇപ്രകാരമാണ്, നീ എന്റെ കോഴിക്കുഞ്ഞായിരിക്കണം. ഇത് ആവർത്തിച്ച് പരിശുദ്ധ അമ്മ എന്നോട് പറയാൻ തുടങ്ങി, നീ എന്റെ കോഴിക്കുഞ്ഞായിരിക്കണം. സ്നേഹമുള്ളവരെ, ഞാൻ അന്നും ഇതുപോലെ തന്നെ അമ്മയോട് ചോദ്യം ചോദിച്ചു, അമ്മേ മാതാവേ, ഞാൻ മനുഷ്യനായിരിക്കെ ഞാൻ എങ്ങനെയാണ് ഒരു കോഴിക്കുഞ്ഞായി മാറുക? പരിശുദ്ധ അമ്മ അന്നും ഇതുപോലെ തന്നെ എനിക്കൊരു ദർശനം തന്നു. ആ ദർശനം ഇപ്രകാരമാണ്, ഞാൻ കണ്ട തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും അതിപ്രകാരമായിരുന്നു. തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ ചപ്പുചവറുകൾ കാണുമ്പോൾ ആ ചപ്പുചവറിനിടയിൽ ഇറങ്ങി കൊണ്ട് ചെകഞ്ഞു കഴിയുമ്പോൾ, തീറ്റ കണ്ടു കഴിയുമ്പോൾ ഒരു സ്വരം കേൾപ്പിക്കും. ആ സ്വരം കേൾക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ കളിയിലായിരുന്നാലും ചിരിയിലായിരുന്നാലും ഓടിയെത്തും തള്ളക്കോഴിയുടെ അരികിൽ. ഈ സ്വരം കേട്ട് ഈ കുഞ്ഞുങ്ങൾ ഓടിയെത്തുമ്പോൾ തന്റെ അമ്മ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തീറ്റ അവർ തിന്നാൻ ആരംഭിക്കും. വീണ്ടും തള്ളക്കോഴി അവിടെ നിന്ന് മാറിച്ചെറിയാൻ തുടങ്ങുമ്പോൾ അവിടെയും തന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കാണുമ്പോ ഈ അമ്മ വീണ്ടും ഒരു സ്വരം കേൾപ്പിക്കും. ഈ സ്വരം കേൾപ്പിക്കുമ്പോ ഈ കുഞ്ഞു കോഴികൾ തള്ളക്കോഴിയുടെ അരികത്തേക്ക് ഓടി വരും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ എന്നോട് ചോദ്യം ചോദിച്ചു, ഈ തള്ളക്കോഴി ചെകഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ തള്ളക്കോഴി ഇടവും വലവും മുന്നിലും പുറകിലും തല വെട്ടിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അതെന്തിനാണെന്ന് നിനക്കറിയാമോ? തന്റെ കുഞ്ഞുങ്ങളെ ഓർപ്പിക്കാൻ, അവരുടെ ജീവിതം കവർന്നെടുക്കാൻ കാത്തു നിൽക്കുന്ന ഏതെങ്കിലും ശത്രുവുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തള്ളക്കോഴിയുടെ അവസ്ഥയാണ് പരിശുദ്ധ അമ്മ എനിക്ക് പറഞ്ഞത്. വീണ്ടും അമ്മ എന്നോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. അത് ഇപ്രകാരമാണ്. അതെന്നോട് ചോദിച്ചൊരു ചോദ്യങ്ങളാണ്, കുഞ്ഞു കോഴികൾ തീറ്റ തേടാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല. കുഞ്ഞു കോഴികൾ ശത്രുവിനെ കാണാറുണ്ടോ? ഒരു ചോദ്യം ചോദിച്ചു. ഇല്ല. അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കരുതിക്കൊള്ളാം. നിന്റെ ശത്രുവിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷേ നീ എന്റെ സ്വരം കേട്ട് എന്റെ പാദത്തിന്റെ അരികിൽ വരണം. അപ്പോൾ മാത്രമേ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് എനിക്ക് നിന്നെ മോചിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ എന്നെ ഓർമ്മപ്പെടുത്തി തന്നു. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായി? ഇതാണ് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം. കർത്താവായ യേശു എന്ന പുസ്തകത്തിലൂടെ ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ മക്കളെ, എന്റെ അമ്മയെ നിങ്ങൾ അതിയായി സ്നേഹിക്കണം. ഞാൻ അവളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. വീണ്ടും പുസ്തകത്തിലൂടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ഇപ്രകാരമാണ് ഈശോ പറയുക, ഒരുവൻ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ അമ്മയുടെ അവലോകന ഹൃദയത്തിൽ ജനിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഈ പുസ്തകത്തിലൂടെ എത്ര വട്ടമാണ് തന്റെ അമ്മയെ കുറിച്ച്
ഈശോ സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഇത്രമാത്രം തന്റെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു പുത്രനെ ഈ ലോകത്തിൽ നിന്ന് മനുഷ്യജന്മത്തിൽ കാണാൻ സാധിക്കത്തില്ല. അതുപോലെ കർത്താവ് തന്റെ അമ്മയെ സ്നേഹിക്കും. ഈ കാലഘട്ടം സ്നേഹമുള്ളവരെ ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കേ. പരിശുദ്ധ അമ്മയ്ക്കെതിരെയും പരിശുദ്ധ കുർബാനയ്ക്കെതിരെയും ശബ്ദിക്കുന്ന വ്യക്തികൾ, മീഡിയകൾ നമ്മുടെ മുമ്പിലില്ലേ? കർത്താവായ യേശു ക്രിസ്തു എന്നാൽ നമ്മോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ എന്റെ അമ്മയെ അതിയായി സ്നേഹിക്കുന്നു, നീ എന്റെ അമ്മയെ സ്നേഹിക്കണം. നീ എന്റെ അമ്മയെ സ്നേഹിക്കണമെന്ന് ഈശോ എന്നോട് പറയും. ഈ പുസ്തകത്തിലൂടെ, ഈശോ യേശു എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഈശോ എന്നെ ഓർമ്മപ്പെടുത്തുകയും അമ്മയെ കുറിച്ചുണ്ടായിരുന്ന സകല സംശയങ്ങളും എന്റെ കർത്താവ് എനിക്ക് തന്നു. വീണ്ടും ഈശോ എന്നോട് പറഞ്ഞു, ഇപ്രകാരമാണ് പറഞ്ഞത്: എന്റെ വത്സല ശിഷ്യനായ യോഹന്നാൻ എന്റെ അമ്മയെ എങ്ങനെയാണോ സ്വീകരിച്ചത്, എങ്ങനെയാണോ സ്നേഹിച്ചത്, അപ്രകാരം തന്നെ നീ എന്റെ അമ്മയെ സ്വീകരിക്കുകയും അമ്മയെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് ഈശോ എന്നോട് ഓർമ്മപ്പെടുത്തി. സ്നേഹമുള്ളവരെ, ഞാൻ ഈശോയോട് ചോദ്യം ചോദിച്ചു: ഈശോയെ, യോഹന്നാൻ എപ്രകാരമാണ് അമ്മയെ സ്നേഹിച്ചത്? യോഹന്നാൻ എപ്രകാരമാണ് അമ്മയെ സ്നേഹിച്ചത്? എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചപ്പോ ഈശോ എന്നോട് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ സമയത്ത് തന്റെ ഗുരുവും കർത്താവുമായ, തന്റെ ചങ്കായ, തന്റെ സ്നേഹമായ കർത്താവായ യേശു വേർപിരിയുന്ന ആ നിമിഷത്തിൽ ചങ്ക് പൊട്ടി നിൽക്കുന്ന തന്റെ വത്സല ശിഷ്യനെ കണ്ടുകൊണ്ട് ഈശോ മനസ്സിലാക്കി, തന്റെ ശിഷ്യന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ആ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ ഏകയാൾ, ഭൂമിയിൽ ഒരേ ഒരാൾ മാത്രം, അതെന്റെ അമ്മ മാത്രം. അതെന്റെ അമ്മ മാത്രം. തന്റെ വേർപാടിന്റെ സമയത്ത് തന്നെ വേർപിരിഞ്ഞു പോകുന്ന, തന്നെ വേർപെട്ടു പോകുന്ന തന്റെ ഗുരുവിന്റെ വേർപാട് കണ്ടുകൊണ്ട് ചങ്കുപൊട്ടി പുരുഷന്റെ ചോട്ടിൽ നിൽക്കുന്ന ആ ഹൃദയത്തെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ഇനി ഭൂമിയിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അതെന്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ ശിക്ഷണം നൽകി, എന്റെ അമ്മയെ കൊടുത്ത് സ്നേഹിച്ചു. അപ്പോൾ മുതൽ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് ദൈവജനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഹൃദയത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ചു. എപ്രകാരമാണോ തന്റെ വത്സല ശിഷ്യൻ തന്നെ സ്നേഹിച്ചത്, അതുപോലെ തന്റെ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി. എപ്രകാരമാണോ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്, അതുപോലെ തന്നെ തന്റെ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി. കാരണം ഒരു സ്നേഹം എന്ന് പറയുന്നത്, ഈശോ സ്നേഹം, അമ്മ പ്ലസ് സ്നേഹം, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയായിരുന്നു. ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയായിരുന്നു ഈശോയും പരിശുദ്ധ അമ്മയും. തന്റെ ഗുരുനാഥൻ തനിക്ക് തന്ന സ്നേഹം തന്നിൽ നിന്ന് അകന്നുപോയപ്പോൾ ആ സ്നേഹത്തിൽ ഒരു അല്പം പോലും മങ്ങൽ വരാതെ തന്നെ ചങ്കോട് ചേർത്ത് പിടിച്ച, സ്നേഹത്തോട് ചേർത്ത് പിടിച്ച ഒരാളാണ് പരിശുദ്ധ അമ്മയെന്ന് യോഹന്നാൻ തിരിച്ചറിയും. സ്നേഹമുള്ളവരെ, ഈ സ്നേഹത്തെ വത്സല ശിഷ്യനായ യോഹന്നാൻ സ്നേഹിക്കാൻ തുടങ്ങി. വത്സല ശിഷ്യനായ യോഹന്നാൻ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, തന്റെ കർത്താവിന്റെ സ്നേഹം എത്രമാത്രമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം എന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ ഹൃദയത്തിന്റെ വേദനകൾ മനസ്സിലാക്കിയ കർത്താവ് യോഹന്നാന്റെ ഹൃദയം വിങ്ങുന്ന കണ്ടപ്പോ, യോഹന്നാന് കർത്താവിന്റെ വേർപാടിന്റെ സമയത്ത് ഹൃദയം പൊട്ടുന്ന കണ്ടപ്പോ, ആ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ ഈ ഒരേ ഒരു ഹൃദയം മാത്രം പരിശുദ്ധ അമ്മയുടെ ഹൃദയമെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് അന്ത്യസമ്മാനമായി കൊടുത്ത യോഹന്നാന്, ഇതാണ് എന്റെ അമ്മ. സ്നേഹമുള്ളവരെ, യോഹന്നാന് അമ്മയെ കൊടുത്തുകൊണ്ട് ലോകത്തിന് മുഴുവൻ അമ്മയാണ് ഈശോ നമുക്ക് തന്നത്. ഈ അമ്മയോടൊപ്പം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഈ പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ചെയ്യാൻ കൃപ നിറഞ്ഞവളോടൊപ്പം ലൂക്കാ സുവിശേഷം 1 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്നു നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് അഭിവാദനം ചെയ്യുക. സ്നേഹമുള്ളവരെ, കൃപ നിറഞ്ഞ അമ്മയോട് കൂട്ടുകൂടിക്കൊണ്ട് നമ്മുടെ ആത്മീയ യാത്ര നമുക്ക് ആരംഭിക്കാം. സ്നേഹമുള്ളവരെ, ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്.
ഒരുപാട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടന്നപ്പോ എന്റെ ജീവിതത്തിൽ നടന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. ചിലതൊക്കെ ഞാൻ എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. 2020 ലോകം മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു മഹാമാരി വന്നു, കോവിഡ്. പരിശുദ്ധ അമ്മയുടെ അരികത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എന്റെ ഉള്ളിലൊരു തോന്നൽ തന്നു. ഇടുക്കി ജില്ല മുഴുവൻ ചുറ്റി പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു യാത്ര നടത്താൻ, പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു യാത്ര നടത്താൻ എന്റെ ഉള്ളിലൊരു തോന്നൽ തന്നു. ഞാൻ നേരെ ഓടി എന്റെ കൊച്ചച്ഛന്റെ അടുത്ത് ചെന്നു. ഓരോ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു സന്ദേശം തരുന്നു. ഈ പ്രദേശത്തേക്ക് മുഴുവൻ, ഈ ഇടുക്കി ജില്ല മുഴുവൻ ബൗണ്ടറിയിലൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ ഒരു സന്ദേശം തരുന്നു. സ്നേഹമുള്ളവരെ, എന്നീ വാക്ക് കേട്ട പ്രിയപ്പെട്ട അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: തിരുനാൾ കഴിഞ്ഞ് നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ആരംഭിക്കും. സ്നേഹമുള്ളവരെ, തടസ്സം കാരണം അച്ഛൻ ഞങ്ങളോടൊപ്പം യാത്രയ്ക്ക് വന്നില്ല. നിങ്ങളെങ്കിലും അച്ഛൻ ഞങ്ങളെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ 5 പേരെ ഒരു കുഞ്ഞു മണിക്കൂറിൽ പങ്കെടുത്തു. 17 മണിക്കൂർ സമയമെടുത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം ഇടുക്കി ജില്ലയുടെ ബൗണ്ടറി മുഴുവൻ കറങ്ങി ഞങ്ങൾ എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ വന്ന് അവസാനിക്കാൻ. എന്തിനാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത് എന്ന് ഞങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാ. സ്നേഹമുള്ളവരെ, 2019 പരിശുദ്ധ അമ്മ ഇപ്രകാരം ഒരു സന്ദേശം തരുന്നത്. പരിശുദ്ധ അമ്മ ഈ സന്ദേശം തരുമ്പോൾ എന്തിനാണെന്ന് ലോകം ചോദിക്കാൻ പോലും തയ്യാറാകാതെ പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കിനനുസരിച്ച് ഇടുക്കി ജില്ലയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. സ്നേഹമുള്ളവരെ, 2019 കോവിഡ് എന്ന മഹാമാരി ചൈനയിലും അതുപോലുള്ള രാജ്യങ്ങളില് വളരെ കൊടുപിരി നിൽക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായ നമ്മൾ, കേരളക്കാരായ നമ്മൾ വിചാരിച്ചു ആ മഹാമാരി ദേശത്തേക്ക് വരികയില്ല എന്ന് വിചാരിച്ചതിനാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരുന്നു സംഭവിച്ചത്. സ്നേഹമുള്ളവരും, മാർച്ച് മാസമായപ്പോഴേക്കും കേരളത്തിൽ മുഴുവൻ എല്ലാ ജില്ലകളിലും പോലെ മഹാമാരി പിടികൂടി. ജനം ഒന്നാമെ ഭയത്തിലായി. സ്നേഹമുള്ളവരെ, അന്ന് നടന്നൊരു അത്ഭുതം പറയട്ടെ. മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് വയനാട് ജില്ലയും ഇടുക്കി ജില്ലയും മാത്രമാണ് മരണസംഖ്യ കുറഞ്ഞിരിക്കുന്നത്. വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും 1-2 മരണം മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം അതിനേക്കാളധികം 10-ലധികം സംഖ്യയിലായിരുന്നു മരണ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയാണ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: കോട്ട കെട്ടി സംരക്ഷിക്കാൻ, ജപമാല ചൊല്ലി കോട്ട കെട്ടി സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മ തന്ന സന്ദേശമാണ്. ആ സന്ദേശത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞപ്പോ ഈ അമ്മ ചെയ്ത പ്രവൃത്തി, അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സ്വർഗം ചെയ്ത പ്രവൃത്തിയാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. ഇടുക്കി ജില്ലക്കാരായ ഞങ്ങളെ സംരക്ഷിച്ചു. ദൈവത്തിന്റെ പ്രത്യേകമായ സ്നേഹം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ശക്തി ഞങ്ങൾ തിരിച്ചറിഞ്ഞു. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ വികാരിച്ചനോടൊപ്പം പിറ്റേ വർഷവും ഞങ്ങൾ അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് അച്ഛൻ്റെ വണ്ടി അതുപോലെ തന്നെ വീണ്ടും ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയിലൂടെ യാത്ര നടത്തി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാനാണ്. 2019 ആരംഭിച്ച കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച കർത്താവായ യേശുക്രിസ്തുവിനും അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സ്വർഗ്ഗം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തിനും നന്ദി പറയാൻ ജോഷിയോടൊപ്പം ഒരു യാത്ര ഞങ്ങൾ ചെയ്തു. സ്നേഹമുള്ളവരെ, പറയുന്നതിനാണോ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും നിങ്ങളിൽ വർദ്ധിക്കണം. നിങ്ങൾ എപ്രകാരമാണെന്ന് ചോദിച്ചാൽ, ഒരു കൈക്കുഞ്ഞ് തന്റെ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധ അമ്മയെ നിങ്ങൾ സ്നേഹിക്കണം. പ്രായം കൊണ്ട് നിങ്ങൾ 60, 50, 60, 70 വയസ്സിന് മുകളിലാണെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ അമ്മയുടെ കുഞ്ഞാണ് നിങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞ് എപ്രകാരമാണോ അമ്മയെ ആശ്രയിക്കുന്നത് അതുപോലെ പരിശുദ്ധ അമ്മയെ നിങ്ങൾ ആശ്രയിക്കണം. പുസ്തകത്തിലൂടെ ഇപ്രകാരമാണ് ദിവ്യകാരുണ്യനാഥൻ സംസാരിക്കുന്നത്: എന്റെ തിരുഹൃദയത്തിന്റെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അവളാണ്. എന്റെ തിരുഹൃദയത്തിന്റെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അവളാണ്. അവൾ വെച്ച മറിയമാണ്. വീണ്ടും ഇപ്രകാരം ഈശോ പറയുകയാണ്, പറയുകയാണ്: എന്റെ രാജ്യത്തിന്റെ നിക്ഷേപ മുറി അത് അവളുടേതാണ്.
എന്റെ രാജ്യത്തിന്റെ നിക്ഷേപമുറി, സ്വർഗരാജ്യത്തിന്റെ നിക്ഷേപമുറി അത് കൈകാര്യം ചെയ്യുന്നത് മറിയമാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് ഇപ്രകാരം ഈശോ പറയുകയാണ്, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാനുള്ള അവകാശവും ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാനുള്ള അവകാശവും ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക. പരിശുദ്ധ അമ്മയോട് ഇഷ്ടപ്പെട്ട മക്കളായി പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് കർത്താവിനെ ആരാധിക്കണം. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ആരാധിക്കണം കർത്താവിനെ. പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കണമെന്നാണ് പരിശുദ്ധ കർത്താവായി പരിശുദ്ധ പരമാധികാരിനാഥൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കണം. സ്നേഹമുള്ളവരെ, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. ഞാൻ ഒരു വർഷോപ്പ് മേഖലയിലാണ് പണിയെടുക്കുന്നത്. എനിക്ക് നല്ലൊരു പേര് നിലനിൽക്കുന്ന പ്രദേശത്തുണ്ട്. ഞാൻ പണിതതാണ്, ഞാൻ ചെയ്തതാണ്. അത്രമാത്രം ഒരു ദൈവകൃപ എന്റെ കൂടെ ഉണ്ടെന്ന് ആ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു. കാരണം നിലനിൽക്കുന്ന പ്രദേശത്ത് വർഷോപ്പ് പണിയിൽ എന്നെ ആരും മാറ്റി നിർത്തില്ല. ഞാൻ ഇന്റർസെറ്റ് ചെയ്താലും ഡിപ്പോസിറ്റ് ചെയ്താലും അത് ദീർഘനാൾ പ്രവർത്തിക്കാനുള്ള ഒരു പ്രവർത്തന ശേഷി എന്റെ കർത്താവിന്റെ കരങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എനിക്ക് ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ പറയട്ടെ, എന്റെ ജോലിക്കാരൻ ഒരു വാഹനത്തിന്റെ ഗിയർബോക്സ് സെറ്റ് ചെയ്തു. ഒരു തവണ സെറ്റ് ചെയ്തു, പരാജയപ്പെട്ടു. രണ്ടാമത്തെ തവണയും സെറ്റ് ചെയ്തു, അതും പരാജയപ്പെട്ടു. മൂന്നാമത്തെ തവണയായി കഴിഞ്ഞപ്പോ ഈ വണ്ടി ഉടമസ്ഥൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ ജോലിക്കാരെ ഏൽപ്പിക്കാതെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തു തന്നേ എന്നിങ്ങനെ എന്നോട് ആവശ്യപ്പെട്ടു. സ്നേഹമുള്ളവരെ, ഞാൻ വലിയ മിടുക്കനാണല്ലോ. ഞാൻ എന്റെ കഴിവുകളിൽ പഠിത്തനുസരിച്ച് കഴിവ് ഉപയോഗിച്ച് ഞാൻ സെറ്റ് ചെയ്തു. മൂന്നാമത്തെ തവണയും പരാജയപ്പെട്ടു. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അഴിച്ചു, വീണ്ടും സെറ്റ് ചെയ്തു, വീണ്ടും പരാജയപ്പെട്ടു. 4 തവണ തോറ്റു. 4 തവണ തോറ്റു. അഹങ്കാരത്തിന്റെ നെടുമുടിയിൽ കയറുന്ന ഞാൻ എന്റെ വീട്ടിൽ ഏറ്റവും മിടുക്കനെന്ന് ഞാൻ കരുതിയിരുന്നു. ഞാൻ 4 തവണ തോറ്റപ്പോ എന്റെ ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമ്മ തന്റെ ഉണ്ണീശോയുമായി പിടിച്ചു നിർത്തുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിന്റെ അടുക്കൽ പോയി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് ആ കൃപാദത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത്. അന്ന് ഞാൻ ഇതുപോലെ തന്നെ എന്റെ ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, ഞാൻ ഈ പിടിച്ചിരിക്കുന്നത് അമ്മയുടെ കാലല. അമ്മയുടെ കാലല. ഒരു മനുഷ്യ ജീവിതം ഒരു വ്യക്തിയുടെ കാലയിൽ പിടിക്കണമെങ്കിൽ എത്രമാത്രം പരാജയപ്പെട്ടിട്ടാണ് എന്ന് പരിശുദ്ധ അമ്മയെ അമ്മയോട് ഓർക്കണം. ഞാനിപ്പോൾ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എന്റെ അമ്മ എന്നെ സഹായിക്കണം, എന്റെ അമ്മ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ഒരു ചുമ്മാവ് കൊടുത്ത് ഞാൻ ഇറങ്ങിപ്പോയി. അന്ന് ഞാൻ വീട്ടിൽ പോയി സെറ്റ് ചെയ്തു. 5ാമത്തെ തവണ അതേ സാധനം തന്നെ, അതേ ഗിയർബോക്സ് തന്നെ, ഒരു സാധനം പോലും മാറുക പോലും ചെയ്യാതെ അതുപോലെ തന്നെ എടുത്തിട്ട് സെറ്റ് ചെയ്തു. സ്നേഹമുള്ളവരെ, ആ വാഹനം ഓടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലൈന്റും ഇല്ല. ഒരു പിള്ളേർക്ക് പറഞ്ഞേ, പരിശുദ്ധ അമ്മ തന്റെ മാധ്യസ്ഥ ശക്തിയിലൂടെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച വലിയൊരു പ്രവർത്തനമാണ് ഈ എന്റെ വർഷോപ്പിനെ. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ദിവ്യബലി കഴിഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിച്ചു. എന്റെ ദേവാലയത്തിൽ ചെങ്കോൽ പിടിച്ചു നിൽക്കുന്ന അമ്മ ഈ അമ്മയുടെ മുഖത്തേക്ക് ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മയ്ക്ക് വണ്ടിപ്പണി അറിയാമല്ലേ? സ്നേഹമുള്ളവരെ, എന്റെ അമ്മ ഈ അമ്മയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്റെ അമ്മയോട് ഞാൻ അമ്മയായി സ്വീകരിച്ച ഒരു ഹൈന്ദവനായ ഞാൻ അമ്മയായി പരിശുദ്ധ ദൈവമാതാവിനെ എന്റെ അമ്മയായി സ്വീകരിച്ചെങ്കിൽ ഒരു കുറവ് പോലും കൂടാതെ നിങ്ങളും അമ്മയെ സ്നേഹിക്കണമെന്ന് പറയാൻ വേണ്ടി. സ്നേഹമുള്ളവരെ, വിളിച്ചാൽ അരുത് എത്തുന്ന അമ്മയാണ് നമ്മളെ അമ്മയെന്ന്. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോ നമുക്കറിയില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ, ഇതുവരെ ലോകത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ല. നീ പ്രാർത്ഥിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെ പോലും ഉപേക്ഷിച്ചതായി ഇന്ന് വരെ ലോകത്തിൽ
കേട്ടില്ല എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? സത്യമാണ്, സത്യമാണ്. തന്നെ നാമം വിളിച്ചപേക്ഷിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് സഹായം ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടിട്ടില്ല. കാരണം പരിശുദ്ധ അമ്മ ഉപേക്ഷിച്ചിട്ടില്ല ആരെയും. പരിശുദ്ധ അമ്മ ഉപേക്ഷിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, ഇരട്ടിയാണെന്ന് പറഞ്ഞ പ്രദേശത്ത് പൊന്നമ്മ ചേച്ചി എന്ന് പറയുന്ന ഒരു സഹോദരി മക്കളില്ല. ഭാര്യയും ഭർത്താവും ക്യാൻസർ വന്നു. ക്യാൻസറിന് ചികിത്സിച്ച് അവസാനം 2 വൃക്കയും നഷ്ടപ്പെട്ടു. വൃക്ക ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് കണ്ണിന്റെ കാഴ്ച പോയി. ഈ പൊന്നമ്മ ചേച്ചിനെ പലപ്പോഴും കാണാൻ വേണ്ടി ഞങ്ങൾ ചെല്ലാറുണ്ട്. ഈ ചെല്ലുന്ന സമയത്ത് ഈ പൊന്നമ്മ ചേച്ചി പറയുന്ന ഒരു വാക്കുണ്ട്, സാവുചേട്ടൻ വീട്ടിൽ നിന്നും ജോലിക്ക് ഇറങ്ങി പോയി കഴിയുമ്പോൾ എന്റെ അമ്മ എന്റെ അരികത്ത് വരും. എന്റെ അമ്മ എന്റെ അരികത്ത് വരും. 2 കണ്ണിനും കാഴ്ചയില്ല സഹോദരങ്ങളെ. ഈ സഹോദരി പറഞ്ഞൊരു വാക്കാണ്, എന്റെ അമ്മ എന്റെ അരികത്ത് വരും. ഗ്യാസ് ഓൺ ചെയ്യാൻ എന്റെ അമ്മ എന്നെ സഹായിക്കും. ലൈറ്റ് എടുക്കാൻ എന്റെ അമ്മ എന്നെ സഹായിക്കും. വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെക്കാനും അരി വാരിയിടാനും കഴുകാനും എന്റെ അമ്മ എന്നെ സഹായിക്കും. ജീവിത പങ്കാളി ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന സമയം വരെ എന്റെ അമ്മ എന്റെ അരികത്തുണ്ടായിരിക്കും. ആ സഹോദരി ലോകത്തോട് വിട പറഞ്ഞു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സ്നേഹമാണ്. പരിശുദ്ധ അമ്മയുടെ സ്നേഹമില്ല. ഇത് വെറും നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് തമാശ പറയുന്നതല്ല കേട്ടോ. തമാശ പറയുന്നതല്ല. അനുഭവിച്ചറിയുന്ന സത്യം നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു. അനുഭവിച്ചറിഞ്ഞ സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു. പരിശുദ്ധ അമ്മ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു. പരിശുദ്ധ അമ്മ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു. ഈശോയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുമായ ഒരു കൂട്ടുകെട്ടുണ്ടാകണം കേട്ടോ. പരിശുദ്ധ അമ്മയുമായ ഒരു കൂട്ടുണ്ടാകണം നിങ്ങൾക്ക്. പരിശുദ്ധ അമ്മയോടൊപ്പം നടക്കണം. പരിശുദ്ധ അമ്മയോടൊപ്പം ഇരിക്കണം. പരിശുദ്ധ അമ്മയോടൊപ്പം കിടക്കണം. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോടൊപ്പം ദിവ്യബലിയിൽ സംബന്ധിക്കണം. പരിശുദ്ധ അമ്മയോടൊപ്പം ദിവ്യബലിയിൽ സംബന്ധിക്കണം. പരിശുദ്ധ അമ്മയെ കൂട്ടിൽ പിടിക്കണം, ചേർത്ത് പിടിക്കണം. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ഒരാത്മാവിന്റെ വിമലഹൃദയത്തിന് സമർപ്പിച്ചാൽ എത്ര ദുർബലമായ ആത്മാവാണെങ്കിലും ശരി, സ്വർഗസിംഹാസനത്തിൽ ഞാൻ പിടിപ്പിക്കും. സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഞാൻ സഹായിക്കും. സ്നേഹമുള്ളവരെ, എന്റെ അമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ എന്നെ മുഖാമുഖം ദർശിക്കുന്നത് വരെ എന്റെ സ്നേഹം നിന്നിൽ നിന്ന് അകന്നു പോവുകയില്ല. നീ എന്നെ മുഖാമുഖം ദർശിക്കുന്നത് വരെ എന്റെ സ്നേഹം നിന്നിൽ നിന്ന് അകന്നു പോവുകയില്ലെന്ന് അമ്മ എനിക്ക് ഉറപ്പ് തന്നു. ആ അമ്മയിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. എന്റെ വിശ്വാസമാകുന്ന തോണിയെ നങ്കൂരം പഠിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് സകലരക്ഷകയായ അമ്മയെ ചേർത്ത് പിടിച്ചു. സ്വർഗത്തിൽ എത്തിച്ചേരാൻ അവൾ നിങ്ങളെ സഹായിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പാപാവസ്ഥയിലാണോ അമ്മയ്ക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് അമ്മയോട് പറ, പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, ഞാൻ അമ്മയുടെ ഹൃദയത്തിൽ ഈ ദുർബലമായ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, ഈ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുമ്പോ വിറ്റേക്കണം. വിറ്റ വസ്തുക്കൾ നമ്മളാണെങ്കിൽ തിരിച്ചെടുക്കാറുണ്ടോ? നമ്മളാരും തിരിച്ചെടുക്കാറില്ല. നമ്മുടെ മക്കളാണെങ്കിലും ശരി, ജീവിത പങ്കാളിയാണെങ്കിലും ശരി, സഹോദരന്മാരാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന് കൊടുത്താൽ ആ ഹൃദയത്തിന് കൊടുത്തത് പിന്നെ തിരിച്ചെടുക്കരുത്. ആ ജീവിതത്തെ പരിശുദ്ധ അമ്മ നോക്കിക്കോളും. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ചുറ്റുവട്ടത്തിൽ അന്യമതസ്ഥരായിട്ടുള്ള കുടുംബങ്ങൾ സന്തോഷം അനുഭവിക്കുമ്പോൾ, സമാധാനം അനുഭവിക്കുമ്പോൾ, ആനന്ദിക്കുമ്പോൾ, എന്തിയെ കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയായ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സമൂഹം ദുഃഖത്തിലാണ്ടുപോയി. പരിശുദ്ധ അമ്മയുമായിട്ടുള്ള കൂട്ടുകെട്ട് നിന്നു. ജപമാല പ്രാർത്ഥനകൾ നിന്നുപോയി. സന്ധ്യ പ്രാർത്ഥനകൾ മുടങ്ങി.
സന്ധ്യപ്രാർത്ഥനയോട് താല്പര്യമില്ല. യൂട്യൂബും ഫേസ്ബുക്കും അതുപോലുള്ള മാധ്യമങ്ങളിലേക്കെല്ലാം കടന്നുപോയി. തിരിച്ചു വരണം. പരിശുദ്ധ അമ്മ മറിയ വാഴ്ത്തപ്പെട്ടതായ പുസ്തകത്തിനകത്ത് ഇപ്രകാരമാണ് കുറിച്ചു വെച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുന്നു: ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യതകൾ ഏറെ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യതകൾ ഏറെ, എന്നാൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞുപോയി. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്നവർ അനേകം പേർ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യതകൾ ഏറി, എന്നാൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുപോയി. ക്രിസ്തീയ കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ല, പരിശുദ്ധ കുർബാനയിലുള്ള സ്നേഹമില്ല, വിശുദ്ധ കുമ്പസാരമില്ല. വർഷങ്ങളെടുക്കുന്നു കുമ്പസാരിക്കാൻ. ആരെങ്കിലും നിർബന്ധിച്ച പേരിന് വേണ്ടി കുമ്പസാരിക്കുന്ന ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിലേക്കെല്ലാം കടന്നു വന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യങ്ങൾ തന്നെ നമ്മൾ തകർത്തെറിഞ്ഞു. സ്നേഹമുള്ളവരെ, ഇതെവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ പ്രാർത്ഥന നിലച്ചു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ കുടുംബ പ്രാർത്ഥന സ്നേഹമുള്ളവരെ തിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് സ്വർഗമായി മാറും. കുടുംബം സ്വർഗമായി മാറും. സ്നേഹമുള്ള ഞാൻ പറയട്ടെ, എന്റെ കുടുംബ അന്തരീക്ഷം തന്നെ നിങ്ങളോട് പറയട്ടെ. ഞാൻ ഒരു നവീകരണ അനുഭവത്തിലായിരുന്നാലും ഞാൻ വിവാഹം കഴിച്ചത് ഒരു സാധാരണ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്നായിരുന്നു. സന്ധ്യപ്രാർത്ഥന മാത്രം അറിയാം. ആ സന്ധ്യപ്രാർത്ഥനയാണെങ്കിൽ പോലും ഭക്തിയോടെ ചൊല്ലാൻ പോലും സാധിക്കത്തില്ല. ജപമാല ചൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് എന്റെ ജീവിത പങ്കാളി ഉറക്കം തൂങ്ങി വീഴാൻ തുടങ്ങും. പലപ്പോഴും എനിക്കിത് കാണുമ്പോൾ ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും കുടുംബ പ്രാർത്ഥന അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നോർത്ത് ഞാൻ വിഴുകിക്കളയും. ഒരു ദിവസം ഞാൻ ഈശോയോട് ചോദ്യം ചോദിച്ചു: കർത്താവേ, എന്തിനെ എന്റെ കുടുംബം ഇങ്ങനെയായിപ്പോയി? എന്റെ മക്കൾ ഇങ്ങനെയായിപ്പോയി. എന്റെ ജീവിത പങ്കാളിക്ക് ഒരു ഭക്തിയില്ല, എന്റെ മക്കൾക്ക് ഒരു ദൈവാനുഭവമില്ല. ഈശോയെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഈശോയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോ സ്നേഹമുള്ളവരെ, ഈശോ എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നീ നല്ലൊരു ജീവിത പങ്കാളിയാകുക, നീ നല്ലൊരു അപ്പനായി മാറുക, നീ നല്ലൊരു അപ്പനായി മാറാൻ എന്റെ ഈശോ എന്നോട് പറഞ്ഞു. ഈശോ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ആരെങ്കിലും തല്ലിയിട്ട് നന്നായ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഉപദേശിച്ചിട്ട് ആരെങ്കിലും നന്നായ ചരിത്രമുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ജയിലറകളിൽ കുറ്റവാളികളുടെ കള്ളന്മാരുടെ ലിസ്റ്റ് വർദ്ധിക്കുമായിരുന്നോ? ഈശോ ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ചിരസ്വദിച്ചു. സ്നേഹമുള്ള കർത്താവേ, ഞാൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ നല്ലൊരു ജീവിത പങ്കാളിയാണ്. ഞാൻ അതൊരു തീരുമാനമെടുത്ത് ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സത്യം പറയട്ടെ, ഇന്ന് എന്നേക്കാൾ മുമ്പിലാണ് ജീവിത പങ്കാളി. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നല്ലേ? എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുമെന്ന് കർത്താവിന്റെ വചനം കുറിച്ചു വെക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റിൽ കർത്താവ് പറയുന്നു: അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ വേർപ്പെട്ട പ്രാർത്ഥനയുണ്ടല്ലോ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കണം, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം, നിങ്ങളുടെ ബന്ധങ്ങൾക്ക് കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ നാം വിചാരിക്കുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവര് തിരിച്ചു വരും. എന്റെ അമ്മയോട് പറഞ്ഞില്ലേ, നാട്ടമ്മ അച്ഛന്റെ അതിർത്തിയോട് പറഞ്ഞില്ലേ, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നിന്റെ കുടുംബം രക്ഷമാവിക്കും. സ്നേഹമുള്ള കുറ്റടി പള്ളിയില് മാതാവിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് പോയിരിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരു ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ ഒരു പ്രേരണയുണ്ടായി. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾ സന്തോഷത്തിലാണോ? മറുപടി പറഞ്ഞത് ഞാൻ തന്നെ: എങ്ങനെ സന്തോഷിക്കുക? കുടുംബത്തെ ഓർക്കുമ്പോ, ജീവിത പങ്കാളിയെ ഓർക്കുമ്പോ, മക്കളെ ഓർക്കുമ്പോ, രോഗത്തെ കുറിച്ച് ഓർക്കുമ്പോ, കടബാധ്യതയെ കുറിച്ച് ഓർക്കുമ്പോ എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? എന്തേ പറ്റി?
എന്റെ കുടുംബത്തെ രക്ഷിക്കണം, എന്റെ കുടുംബത്തെ രക്ഷിക്കണം, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം, എന്റെ ജീവിത പങ്കാളിയെ രക്ഷിക്കണം, എന്റെ കൂടെ പിറന്നവരെ രക്ഷിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിച്ചേ മതിയുള്ളൂ. വില കൊടുത്ത് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, ഒരു ജീവിതാനുഭവങ്ങളുടെ പങ്കുവെക്കട്ടെ. ഒരു കാർപ്പറേഷനിലായ ഒരു സഹോദരൻ ചികിത്സിക്കാൻ മാർഗമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകാൻ മാർഗമില്ല. അപ്പോ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു, മനുഷ്യൻ സാമ്പത്തികമായി സഹായിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയിച്ചു. വീട്ടിൽ ചെന്ന് ഈ സാമ്പത്തിക സഹായം കൊണ്ടു പോകുന്ന സമയത്ത് ഈ മനുഷ്യനോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, സഹോദര, ഒരു പക്ഷേ കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ സജീവമായി പങ്കെടുക്കണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയെ നിങ്ങൾ സജീവമായി പങ്കെടുക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന മായയുടെ അറ്റത്ത് കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിച്ചോ, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സ്നേഹത്തോടെ അത്ഭുതം സംഭവിച്ചു. ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കൊണ്ട് ഒരു ബൈപ്പാസ് സർജറിയോ ഒരു ആൻജിഗ്രാമോ ഒന്നും തന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. കുടുംബ പ്രാർത്ഥനയുടെ ബലം, ഈ കുടുംബ പ്രാർത്ഥനയുടെ ബലം ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നിങ്ങൾ ഒരുപക്ഷെ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി നിങ്ങളോട് പറയുന്നു, ഒരിക്കലും പിന്നോക്കം പോയേക്കരുത്, ഒരിക്കലും പുറകോട്ട് പോയിരിക്കരുത്. കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ പോലും ആ വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ കുടുംബം അനുഗ്രഹമായി മാറും. സ്നേഹത്തോടെ കർത്താവ് നമ്മളെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ഞാൻ നിനക്ക് ഇന്നത് തരാം, ഞാൻ നിനക്ക് ഇന്നത് തരാം എന്ന് എന്നോടും നിങ്ങളോടും അല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടെന്തിയെ ഈ കർത്താവ് വാഗ്ദാനം ചെയ്തതൊന്നും എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റാതെ പോകുന്നതിന് കാരണം തിരിച്ചറിഞ്ഞോ പ്രാർത്ഥനയുടെ കുറവ്. പരിശുദ്ധ അമ്മ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കും. കർത്താവിന്റെ വേർപാടിന്റെ സമയം കർത്താവ് വേർപിരിഞ്ഞു പോയപ്പോ ശിഷ്യന്മാർ നാലാവഴിക്കും ചിതറിപ്പോയി എന്ന് സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം. ഈ പരിശുദ്ധ അമ്മ ഈ ശിഷ്യന്മാരെ എല്ലാം ചേർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്ന പ്രവൃത്തി. പരിശുദ്ധ അമ്മ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. നമ്മളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗോന്മുഖരായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുക. എത്രയെത്ര അനുഭവം അറിയാമോ? എത്രയെത്ര അനുഭവങ്ങൾ. സ്നേഹമുള്ളവരെ, മരണം മുഖാമുഖം കൊണ്ട് രാജിച്ചവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പുളിക്കുന്നതാണ്. എന്റെ ഒരു ആത്മീയ സുഹൃത്താണ്. കേൾക്കുന്ന വാർത്ത ബ്ലഡ് ക്യാൻസർ, ഇനി അധികം നാൾ ജീവിച്ചിരിക്കുകയില്ല എന്ന് വാർത്ത കേട്ടപ്പോ കാണാനായിട്ട് പോയി. കാണാൻ ചെന്നപ്പോൾ മരിച്ച വ്യക്തികളെ പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്നത് പോലെ കാണാൻ വരുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ സ്നേഹമുള്ളവരെ, പ്രധാനമാണ് പരിശുദ്ധിയാണ്. ലോകത്തിന് വേണ്ടി നമ്മുടെ നാദിയുടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകത്തിലൂടെ കുറിച്ചു വരുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞുപോയി. അതുകൊണ്ട് സഭ വീണ്ടുകൊണ്ടിരിക്കും. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ സഭയിലൂടെയാണ് നൽകപ്പെടുന്നത്. സഭയെ താങ്ങി നിർത്തുന്നത് എന്റെ ഉത്തരവാദിത്വം. പരിശുദ്ധ അമ്മയോടൊപ്പം സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. സഭാനയങ്ങൾക്ക് വേണ്ടി, ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, നമ്മുടെ ഗുരുനാഥേശന്മാർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി, പ്രിയമായ ശുശ്രൂഷകർക്ക് വേണ്ടി, സന്യസ്ത സമൂഹത്തിന് വേണ്ടി, വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ 3 നിയോഗങ്ങളാണ് തിരുസഭയുടെ നവീകരണവും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ രക്ഷയും കഠിനഭാവിക്കുന്ന മാനസാന്തരം. നിങ്ങൾ മറ്റൊന്നിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും പരിശുദ്ധ അമ്മയോടൊപ്പം ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ സ്വർഗ്ഗം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കപ്പെടും. ഈ വരുന്ന ദിവസത്തിലെ